മാസത്തിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ മിക്കവാറും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നെല്ലാം നേരിട്ടൊരു ഫീഡ്ബാക്ക് വെച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം പിന്നെ നമ്മുടെ ഇടയിൽ തന്നെയുള്ള നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഒരു അവഗണനയുടെ അതിൽ നിന്നുണ്ടാകുന്ന ആശങ്കയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടും സ്റ്റൈലായിട്ടും സംസാരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. എനിക്ക് സ്റ്റൈൽ എപ്പോഴും ഇഷ്ടമുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ഈ വേദി അലങ്കരിക്കുന്ന ചില കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ചില ജില്ലകളുടെ പ്രകാശ ഗോപുരം എന്ന് പറഞ്ഞതുപോലെ വളരെ എന്ന പദത്തെ അന്വർത്ഥമാക്കുന്ന വിധം അങ്ങനെ ഒരു സംഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഈ യോഗത്തിലെ മുഖ്യ പ്രഭാഷണകാരനായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വസ്തുതാപരമായി, നിഷ്പക്ഷമായി, ശാസ്ത്രീയമായി, നിയമപരമായി സംവേദിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, അറിവുകൾ ചർച്ചകൾക്കും വാദഗതികൾക്കുമൊക്കെ സമർപ്പിച്ച് അത് സമഗ്രമായി വിലയിരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്ക് ഈ നിമിഷം വരെ കാലിടറാത്ത ഒരു സംഘടനയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ പരിചയപ്പെട്ടിട്ടുള്ളതും മൺമറഞ്ഞു പോയതുമായ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സംഘടനാ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇതിനകം 20-ലധികം സംഘടനകൾ ഉത്ഭവിച്ചിട്ടുണ്ട്. 20-ലധികം സംഘടനകൾ പല കാലഘട്ടങ്ങളിൽ, അല്ലെ? ഇപ്പൊ എക്സിക്യൂട്ടീവ് എംപ്ലോയീസ് യൂണിയൻ നമ്മൾ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ബോർഡിൽ ഇല്ലാത്ത യൂണിയനാണ്. മിനിസ്റ്റീരിയൽ എംപ്ലോയീസ് യൂണിയൻ നമ്മളിപ്പോ നിലവിലില്ലാത്ത യൂണിയനാണ്, അല്ലെ? പിന്നെ സിവിൽ ബ്രാഞ്ച് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഇപ്പോ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടോ എന്ന് എനിക്കറിയാം. അങ്ങനെ മിനിസ്റ്റീരിയൽ ഓഫീസേഴ്സ് യൂണിയൻ, അങ്ങനെ പല തരത്തിലുള്ള സംഘടനകൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? തൊഴിലാളി യൂണിയൻ,
മനസ്സിലായി. പെറ്റി കോൺട്രാക്ടേഴ്സിന്റെ യൂണിയൻ പോലെ തന്നെ CLR വർക്കേഴ്സ് യൂണിയൻ, അങ്ങനെ പലതരത്തിലുള്ള യൂണിയനുകൾ. അപ്പൊ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സംഘടനാപരമായ രൂപം കൈവരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പെൻഷൻ സംരക്ഷണത്തിനുള്ള ഒരു പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ, സംഘടനയേക്കാൾ ഉപരി ഇതിനൊരു പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരികയും പെൻഷൻ സംരക്ഷണവും വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരുടെ ആനുകൂല്യ സംരക്ഷണവും സാധ്യമാക്കി ജീവിതത്തെ സുസ്ഥിരമാക്കുക എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വത്വരാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പൊ ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻ സംരക്ഷണവും ത്രികക്ഷി കരാറും അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കില്ല. വൈദ്യുതി ബോർഡിൽ പെൻഷൻ നൽകേണ്ട മാസ്റ്റർ ട്രസ്റ്റിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, പ്രവർത്തനക്ഷമതയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്ത നിയമവ്യവഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പ്രാഥമിക ഘട്ടം നിങ്ങൾക്കറിയാം. ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻ നിന്നുപോകുമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട CMDയും വൈദ്യുതി വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും പരസ്യമായി പറഞ്ഞിട്ടും അതിന് പ്രതിനിധി കാണുവാൻ കേരളത്തിന്റെ ഭരണകൂടമോ വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയനുകളോ വൈദ്യുതി ബോർഡിൽ ഉണ്ട് എന്ന് നാം കരുതുന്ന പെൻഷൻകാരുടെ സംഘടനയോ യാതൊരു കാര്യവും ചെയ്യാതെ കുറ്റകരമായ അനാസ്ഥ പുലർത്തിയ, നിരുത്തരവാദപരമായി പെരുമാറിയ, അവനവന്റെ അസ്തിത്വത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ജുഗുപ്സാവഹമായ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ബോർഡിലെ പെൻഷൻ നിലനിർത്തുന്നതിന് വേണ്ടി ചരിത്രപരമായൊരു നിയമയുദ്ധം നടത്തി വിജയിച്ച് ഇന്നും കാലഹരണപ്പെട്ട പെൻഷൻ ഫണ്ട് സർക്കാർ വിഹിതം ഇന്നും നിയമയുദ്ധം നടത്തി നിലനിർത്തി വൈദ്യുതി ബോർഡിൽ പെൻഷൻ മുടങ്ങാതെ നിലനിർത്തിയിട്ടുള്ള സംഘടനയാണ് പെൻഷൻ കൂട്ടായ്മ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിന്റെ വർത്തമാനകാല ചിത്രം എന്നും അതു സംബന്ധിച്ച് അടുത്ത കാലത്ത് വൈദ്യുതി ബോർഡിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നടത്തി ദയനീയമായി പരാജയപ്പെട്ട് പറത്തിയ ഡ്രോണുകളെ പെൻഷനേഴ്സ് കൂട്ടായ്മ പറഞ്ഞത് കേട്ട് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനും പെൻഷൻകാരനും വെടിവെച്ചിട്ട കലാപഭൂമിയിൽ അപമാനിതരായിരിക്കുന്ന ജീവനക്കാരന്റെയും പെൻഷൻകാരന്റെയും സംഘടനയെ കാണാനില്ലാത്ത മൺമറഞ്ഞുപോയ പെൻഷന്റെ യുദ്ധഭൂമിയിലാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നതെന്ന് കേരളത്തിന്റെ സൈനികരെ പോലെ അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് പറയാം. ഇന്ത്യയിലെ സൈനികരെ പോലെ നമുക്ക് അഭിമാനം. അറിയിരിക്കോ ഇത് തെറ്റിപ്പോയതല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയത് തമാശ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയത്. ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. രാജസ്ഥാനിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കൊരു സംശയമുണ്ട്. പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. എനിക്ക് ആക്ച്വലായിട്ട് ഞാൻ ജനിച്ചത് 52 ലാസ്റ്റ്. പക്ഷെ നമ്മുടെ ഹെഡ് മാസ്റ്ററുടെ കഴിവായിരുന്നു 53 അവരുടെ മലയാള കണക്കൂട്ടി അധികം കോൺഫിഡൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മലയാളം. സമുന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഈ സുമുഖനായ
ചെറുപ്പക്കാരനെ ഞങ്ങൾ 2 തരുണി മണികൾ എന്താണ് പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു. പുരുഷ കുർബാനകൾ ഉണ്ടെന്നില്ല, ഒരു അനുഭവമില്ല. അതോ ചോറിന്റെ സമയമായതുകൊണ്ട് നമ്മളിവിടെ സംഘടന രൂപീകരിച്ചത് പെൻഷൻ സുരക്ഷയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും വേണ്ടിയാണെന്ന് പറഞ്ഞു. അതേക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും സ്വന്തം വണ്ടി ഓടിച്ചാണ് കേട്ടോ. സ്വന്തം വണ്ടി ഓടിച്ച അത്രയും നമ്മൾ നല്ല ഡ്രൈവിംഗ് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. അതെ അതെ.